ഹായ് എവരി വൺ. ഇന്നാണെങ്കിൽ ഞാനാണെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിൽ മസാജ് സെൽഫ് കെയർ റുട്ടീനാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ നല്ല സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ മുടിക്കൊക്കെ നല്ല ഒരു പോഷണം, അതായത് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മൾ തന്നെ നമുക്കൊരു സമയം കൊടുക്കുന്ന ഇതുപോലുള്ള ചെറിയ സെൽഫ് കെയർ മൊമെൻറ്റ്സ് വളരെ നല്ലതാണ്. അപ്പം ഇതെൻ്റെ അനിയത്തിയാണ്. അപ്പം അവളാണ് എനിക്കിന്ന് ഈ ഓയിൽ മസാജ് ചെയ്തു തരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ സ്വന്തം മസാജ് ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം പുള്ളിക്കാരി പറയുന്നത് അവൾക്കാണെങ്കിൽ ഇത് അറിയാം എന്നാണ് അവൾ പറയുന്നത്. അപ്പം അവളാണെങ്കിൽ ഇപ്പം എണ്ണ ഏതാണെന്ന് വെച്ചാൽ ഞങ്ങളാണെങ്കിൽ നോർമൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ ഇപ്പം വെളിച്ചെണ്ണ നമുക്കറിയാമല്ലോ, നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പം കാസ്റ്റർ ഓയിലോ ബദാം ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ചുകൂടെ വാമായിട്ട് ചൂടാക്കി തലയിൽ തേക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സൂത്തിങ് ഫീലൊക്കെ കിട്ടും. ഇതാണെങ്കിൽ ഡയറക്റ്റ് ചൂടാക്കിയൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് അങ്ങ് തേക്കുവാണ്. അപ്പം മസാജ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെങ്കിലും മുടി ഇങ്ങനെ സെക്ഷനായിട്ട് എടുത്ത് അതായത് ഓരോ പാർട്ടായിട്ട് എടുത്ത് അതിനകത്ത് ഇതുപോലെ ഈവൻലി അപ്ലൈ ചെയ്യണം ആദ്യം എണ്ണ ഇതുപോലെ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിലാക്സേഷൻ മൊമെൻ്റാണിത്. ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ ഉള്ളപ്പോൾ നേരത്തെ, അതായത് പണ്ട് മുതലേ ഇവളാണെങ്കിൽ എനിക്കിങ്ങനെ തേച്ച് തരും. അതായത് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ പുള്ളിക്കാരി ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പണ്ട്. അപ്പം അവിടെ ഏതോ ഹോസ്റ്റൽ മേറ്റ്സ് എങ്ങാണ്ട് ഇതുപോലെ ഏതോ ബ്യൂട്ടി കോഴ്സ് എങ്ങാണ്ട് പഠിച്ചപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞു കൊടുത്ത ഏതോ ഒരു രീതിയിലാണ് ഇവളെനിക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് മുതലേ ഇവളാണെങ്കിൽ ഇപ്പം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ മസാജ് എനിക്ക് ചെയ്തു തരും. അതുപോലെ വളരെ ലവ്ലിയാണ്, ചെയ്തൊക്കെ തരുമ്പോൾ ലവ്ലിയൊക്കെയാണ്. പിന്നെ നമ്മളാണെങ്കിൽ ഇതുപോലെ എപ്പോഴും അറിയാമല്ലോ, നമ്മുടെ വിരലിൻ്റെ തുമ്പിൽ എല്ലായിടത്തും നമ്മുടെ റൂട്ടിലൊക്കെ നല്ല അപ്ലൈ ചെയ്യണം. എപ്പോഴും സ്കാൽപ്പിലായിരിക്കും നമ്മളിത് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഹെയറിൻ്റെ സ്ട്രാൻഡ്സിൽ അവസാനം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പുരട്ടിയാൽ മതി. പിന്നെ നമ്മൾ അറിയാമല്ലോ, സർക്കുലേഷൻ രീതിയിൽ വേണം നമ്മളിത് മസാജ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ടെക്നിക്കുണ്ടെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ടാപ്പിങ്, പിന്നെ നെക്കിലൊക്കെ ബാക്കിലൊക്കെ എന്തോ ഇതുപോലെ ഇതൊക്കെ ചെയ്യണം. പിന്നെ ഞാനാണെങ്കിൽ എനിക്കിത് അങ്ങനെ ചെയ്യാനൊന്നും അറിയില്ല. പുള്ളിക്കാരുടെ ഏതാണ്ടൊക്കെ രീതിയിലൊക്കെ എനിക്കിങ്ങനെ ചെയ്തു തരുന്നു. പിന്നെ ഇതുപോലെ അതായത് ഇങ്ങനെ മസാജൊക്കെ ചിലവർക്കാണെങ്കിൽ തലവേദനയോ അല്ലെങ്കിൽ ചിലവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇതൊന്നും അനുകരിക്കരുത്. പിന്നെ അധികം എണ്ണ തേച്ച് ഒരുപാട് എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ ഈ തലയിലിരിക്കുന്നവർക്ക് ചിലവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തലവേദന അസുഖങ്ങളും ഒക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവരൊന്നും ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ല റിലാക്സേഷൻ പ്ലസ് ഉറക്കം വരും. നല്ല ഉറക്കം വരും ഇങ്ങനെ ഇരിക്കുമ്പോൾ. പിന്നെ അല്ലെങ്കിൽ തന്നെയും ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ എണ്ണ പുരട്ടുക, അതായത് മറ്റുള്ളവർ പുരട്ടി തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നല്ലൊരു റിലാക്സേഷൻ പ്ലസ് നമ്മുടെ സ്ട്രെസ് റിലീഫ് എല്ലാം കിട്ടും. പിന്നെ നമുക്ക് സെൽഫായിട്ട് ആരും കൂടെ ചെയ്ത് തരണമെന്നൊന്നുമില്ല. നമുക്ക് സെൽഫായിട്ടും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരാൾ ചെയ്തു തരുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതാണ്. പിന്നെ കൂടുതലും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരുപാട് ആൾക്കാർ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും പോയി ഇതുപോലെ ഒരു ഹെയർ ഓയിൽ മസാജ് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടില്ല. എല്ലാവരും പറയുന്നു നല്ലതാണെന്ന്, പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ബ്യൂട്ടി പാർലറിലൊക്കെ പോവാറുണ്ട്, പക്ഷേ ഞാനിങ്ങനെ ഫേഷ്യൽ അങ്ങനത്തെ സംഭവങ്ങളോ ഇങ്ങനെ ഹെയർ ഓയിൽ ഇതൊന്നും ചെയ്തിട്ടില്ല. മുടി വെട്ടാൻ പോകാറുണ്ട്. ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുക ഇതുപോലെ ബ്യൂട്ടി പാർലറിലൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം എങ്ങനെയാണെന്ന്. എനിക്കറിയില്ല. അതുകൊണ്ട് ഇവള് ചെയ്യുന്നത് ഞാനിങ്ങനെ ചെയ്യുന്നതല്ലാതെ ഞാനിങ്ങനെ പോയി ഒരു ഹെയർ ഓയിൽ മസാജ് ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടില്ല. ഇനി പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടൊരു വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും.
എനിക്കിങ്ങനെ മുടി അങ്ങനെ ഒത്തിരി ഇല്ലാതാനും, അതായത് ഒരുപാട് സംഭവം ഇങ്ങനെ ഇല്ല. അതായത് തേച്ച് ഇത് വയ്ക്കാൻ വേണ്ടി എനിക്ക് ആകെ കുറച്ച് മുടിയേ ഉള്ളൂ, എല്ലാം വെട്ടിക്കളഞ്ഞതുകൊണ്ട്. അങ്ങനെ അവസാനം ഹെയർ ഓയിൽ മസാജ് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം, പിന്നെ ഇത് നമ്മളാണെങ്കിൽ ഒരു അരമണിക്കൂർ തലയിൽ വെച്ച ശേഷം കുളിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ½ കഴിഞ്ഞു. അങ്ങനെ ഞാൻ കുളിച്ചു എത്തിയിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഫീലാണ്. ഒരു ഓയിൽ മസാജൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഇതുപോലെ ഫാനിൻ്റെ അടിയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു അതെങ്ങനെ പറയുന്നറിയില്ല, നമുക്ക് നല്ലൊരു ഉന്മേഷം, അതായത് നമുക്ക് എന്തോ ഒരു റിലീഫ് കിട്ടിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ മുടിയാണെങ്കിൽ നമ്മളിങ്ങനെ ഫാനിൻ്റെ അടുത്തിരുന്നാൽ മതി, വേറെ നമ്മുടെ ഡ്രയറൊന്നും വെച്ച് ഉണക്കാതിരുന്നാൽ മതി, നമുക്ക് നല്ലൊരു ഫീല് കിട്ടും. അങ്ങനെ ഇതാണ് എൻ്റെ സെൽഫ് കെയർ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതായത് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു.